നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് തൃപ്പൂണിത്തറ ഹിൽ പാലസിലേക്കാണ്. അപ്പൊ അവിടുത്തെ കൊട്ടാരവും അതേപോലെ തന്നെ അവിടുത്തെ കുളവും പഴയ രാജാക്കന്മാരുടെ അവരുപയോഗിച്ചിരുന്ന സാധനങ്ങളും പുരാവസ്തുക്കളും ഒക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. Dim dum da na da dim da na na dim dum da na da dim da na dim dum da na dim dum da na da dim da na o da ni da na di da na na o da ni da na di da na na da na da di na da dim dum da na da dim da na dim dum da na da dim da na dim dum da na നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കൊച്ചി തൃപ്പൂണിത്തറ ഹിൽ പാലസിലാണ്. അപ്പൊ അതിന്റെ കൂടുതൽ വിശേഷങ്ങളും കാഴ്ചകളും നമുക്ക് അകത്ത് ചെന്നിട്ട് കാണാം. നദിയിലാണ് ഇവിടുത്തെ പണികളെല്ലാം ചെയ്തിരിക്കുന്നത്. Dim dum da na da dim da na na dim dum da na da dim da na dim dum da na dim dum da na da dim da na o da ni da na di da na na o da ni da na di da na na da na da di na da dim dum da na da dim da na dim dum da na da dim da na dim dum da na വെറൈറ്റി ശിലാശില്പങ്ങളുടെ ഒരു ഗ്യാലറിയാണ് ഇവിടെ എല്ലാം കാണുന്നത്. നീലക്കല്ലിൽ തീർത്തിരിക്കുന്ന പുരാതനമായ ഒരു രൂപമാണ് ഇവിടെ കാണുന്നത്. അത്യാവശ്യം നല്ല വീതിയിലുള്ള ഒരു കല്ലിലാണ് ഈ രൂപം ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല ഒരു തിക്നെസ് ഉണ്ട് ഈ ചെയ്തിരിക്കുന്ന രൂപത്തിന്. ഗൗതമ ബുദ്ധന്റെ കല്ലിൽ തീർത്ത ഒരു രൂപമാണ് ഇവിടെ കാണുന്നത്. അപ്പൊ നല്ല കയ്യിലേക്ക് ഒരു വിടവൊക്കെ നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവും. Dim dum da na da dim da na na dim dum da na da dim da na dim dum da na dim dum da na da dim da na o da ni da na di da na na o da ni da na മണിച്ചിത്രത്താഴ് മൂവിയിൽ ലാലേട്ടൻ നടന്നു പോകുന്ന ആ ഒരു ഇടനാഴിയാണിത്.
ഇതുവഴി നടന്നു ചെല്ലുമ്പോൾ കുളത്തിനരികിലേക്കാണ് ചെല്ലുന്നത്. അതേപോലെ തന്നെ നിറയെ മാനുകളെ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ഇതിന്റെ ആ ഒരു പാലസിൻ്റെതായിട്ടുള്ള ഒരു പഴയകാല ഒരു വീടിന്റെ ആ ഒരു ഭംഗിയും ആ ഒരു എന്താ പറയുക സൈലന്റ് ആയിട്ടുള്ള ആ ഒരു അറ്റ്മോസ്ഫിയറും എല്ലാം നമുക്കിവിടെ പോയി നടക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാകും. നമ്മുടെ ഇപ്പോഴത്തെ പുതിയ മോഡൽ വീടുകളെ അപേക്ഷിച്ച് പഴയ കാലത്തെ ആ ഒരു പഴയ കാലത്തിലേക്ക് നമ്മളെ ഓർമ്മകളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു അനുഭവമാണ് സത്യം പറഞ്ഞാൽ ഇവിടെ വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അതിന്റെ നടുക്കായിട്ടൊരു തുളസിക്കരയും എല്ലാം നമ്മളെ പഴയ ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അതിമനോഹരമായിട്ടുള്ള ഒരു കുളമാണ് ഇവിടെ കാണുന്നത്. പക്ഷെ ഇതിലേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല, അവിടെ പൂട്ടിയിട്ടിരിക്കുകയാണ്. പക്ഷെ ഇവിടെ നിന്ന് നോക്കിയാൽ എന്റെ നല്ലൊരു വ്യൂ നമുക്ക് കാണാൻ പറ്റും. രാമവർമ്മയുടെ സ്മൃതി കുടീരമാണ് ഇവിടെ കാണുന്നത്. നമുക്ക് അങ്ങോട്ട് പോകാം. പണ്ടത്തെ രാജാക്കന്മാരുടെ കൊട്ടാരത്തിൽ കെട്ടിയിരിക്കുന്ന ഊഞ്ഞാലാണ് ഇത്. പണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇതുപോലെ ആടാൻ പറ്റുമോ? ഇപ്പൊ രാജഭരണം മാറിയത് കൊണ്ട് ഇപ്പൊ നമുക്ക് ആടാൻ പറ്റുന്നുണ്ട്. അതൊരു ഭാഗ്യാണല്ലേ. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്